ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യ എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും. മെയിനായിട്ട് നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം. സോ പ്രോപ്പർ ഫ്രാക്ഷൻ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശവും ഛേദവും ഉള്ളതെന്ന് നമുക്കറിയാം. അംശം ഛേദത്തിനേക്കാൾ ചെറുതായിരിക്കും. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കും എന്ന് പറഞ്ഞാൽ അംശം ഡിവൈഡ് ബൈ ഛേദം ചെയ്താൽ നമുക്ക് എപ്പോഴും ഉത്തരം 1-ൽ താഴെ ലഭിക്കൂ. ലെസ് ദാൻ 1 ആയിരിക്കും ആൻസേഴ്സ്. അങ്ങനെ വരുന്നതെല്ലാം നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. സോ നമ്മൾ ഇനി കാണാൻ പോകുന്ന ആശയം, ഒരു സെറ്റ് ഓഫ് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടിരിക്കട്ടെ. ഒരു കൂട്ടം ഭിന്നസംഖ്യകളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കണ്ടെത്താൻ പറഞ്ഞാൽ അതെങ്ങനെ കണ്ടെത്താൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പോവാം. സോ നമുക്ക് അതിൽ ഏറ്റവും ആദ്യമേ ഏറ്റവും ചെറിയ ഭിന്നം, സ്മോളസ്റ്റ് ഫ്രാക്ഷൻ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. അതേ ആശയം തന്നെയായിരിക്കും നമുക്ക് ലാർജസ്റ്റ് ഫ്രാക്ഷനിൽ വരിക. വ്യത്യാസം ഇതേ ഉള്ളൂ, നമ്മൾ ഏറ്റവും വലിയ ആളെ പിക്ക് ചെയ്യുന്നു, സ്മോളസ്റ്റിൽ ഏറ്റവും ചെറിയ ആളെ പിക്ക് ചെയ്യുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അതിന്റെ ബേസിക്കിലേക്ക് പോവാം. സോ ഏറ്റവും ആദ്യമേ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയുള്ള ഫ്രാക്ഷൻസ് നോക്കാം. പ്രോപ്പർ ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആകുന്ന കേസ്. സോ ഡിനോമിനേറ്റേഴ്സ് സെയിം എന്ന് പറയുമ്പോൾ ഛേദങ്ങൾ തുല്യമാണ്. നമുക്ക് ഒരു 3 ഫ്രാക്ഷൻസ് എടുത്ത് നോക്കാം. സോ 2/5, 4/5, 3/5, 3 ഫ്രാക്ഷൻസ് ഉണ്ട്. ഈ 3 ഭിന്നസംഖ്യകൾ നോക്കിക്കഴിഞ്ഞാൽ ഛേദങ്ങൾ ഒരുപോലെയല്ലേ? എല്ലായിടത്തും എത്ര ഉണ്ട്? 5 ഉണ്ട്. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഡിനോമിനേറ്റർ സെയിം ആകുന്ന കേസിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതാണ് ഏറ്റവും ചെറുത് ഏതാണ് ഏറ്റവും വലുത് പറയാൻ സാധിക്കും. സോ ഡിനോമിനേറ്റർ സെയിം ആകുന്ന കേസിൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. കമ്പയർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ന്യൂമറേറ്റേഴ്സ് നോക്കുക, അംശങ്ങൾ നോക്കുക. അംശങ്ങളിൽ ഏറ്റവും ചെറുതാരാണോ, അംശങ്ങൾ വരുന്ന സംഖ്യകളിൽ ഏറ്റവും ചെറുതാരാണോ ആ ഫ്രാക്ഷൻ, അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആയിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. ഇപ്പൊ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ചോദിച്ചാലോ, ലാർജസ്റ്റ് ഫ്രാക്ഷൻ ചോദിച്ചാൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കണ്ടെത്താനായിട്ട് ഛേദങ്ങൾ തുല്യമാണെങ്കിൽ അംശങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അംശങ്ങളിൽ ഏത് സംഖ്യയാണോ ഏറ്റവും വലുത് അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആയിരിക്കും ഏറ്റവും വലുത്. സോ ഇവിടെ നമുക്ക് സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏതായിരിക്കും ഈസി ആയിട്ട് പറയാൻ പറ്റും. ഉള്ളതിൽ ഏറ്റവും ചെറിയ അംശം എവിടെ കിടക്കുന്നത്? 2 ആണ്. സോ 2/5 ആ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 2/5 ആണ് ഏറ്റവും സ്മോളസ്റ്റ്. ലാർജസ്റ്റ് ചോദിച്ചാലോ, ലാർജസ്റ്റ് ചോദിച്ചാൽ 4/5 ആണ്. സോ ഡിനോമിനേറ്റർ സെയിം ആകുന്ന കേസ് നമുക്ക് ഈസിയാണ്, കമ്പാരിസൺ ഈസിയാണ്. ഇനി ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആകുന്ന കേസ്, അവിടെയാണ് നമുക്ക് ഫ്രാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് പ്രയാസം വരുന്നത്. അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ കേസുകൾ നമുക്ക് എങ്ങനെയാണ് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വലിയ ഫ്രാക്ഷൻ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സോ ഇനി കാണാൻ പോകുന്ന ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമായ കേസ്. അതിൽ നമുക്ക് ടൈപ്പ് 1 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ വിളിക്കാം ഇപ്പൊ കാണാൻ പോകുന്നത്. സോ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയ കേസിലുള്ള ഫ്രാക്ഷൻസ് നമുക്ക് നോക്കാം. ഒരു 3 ഫ്രാക്ഷൻസ് എടുക്കാം. 3/7, 3/5, 3/8. സോ ഇതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. കാര്യം എന്താണ്? അംശം ഛേദത്തിനേക്കാൾ ചെറുതാണ് എല്ലായിടത്തും. സോ 3 ഫ്രാക്ഷൻസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും ചെറിയ ആളെ കണ്ടെത്താം. സോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ഛേദങ്ങൾ ഡിഫറെന്റ് ആണ്. സോ ഛേദങ്ങൾ ഒരുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് കമ്പാരിസൺ ഈസി ആയിരുന്നു. സോ എന്ത് ചെയ്യണം? ഛേദങ്ങൾ ഒരുപോലെ ആക്കണം. എങ്ങനെയാക്കും? നമ്മൾ ഫ്രാക്ഷൻ അഡീഷൻ, ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ച സമയത്ത് ഛേദങ്ങൾ ഒരുപോലെ ആക്കുന്നത് കണ്ടിരുന്നു. എങ്ങനെ നമ്മൾ ചെയ്തിരുന്നത്? എന്താ നമ്മൾ ചെയ്തിരുന്നത്? LCM എടുക്കുമായിരുന്നു, ലെസ് ആകും. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ ഡിനോമിനേറ്റേഴ്സ് ഇങ്ങനെ ക്രോസ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിനോമിനേറ്റേഴ്സ് ക്രോസ് ചെയ്തതിന് ശേഷം ഫ്രാക്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പോവാണ്. ആരാണ് വലുത് ആരാണ് ചെറുത്, അതെങ്ങനെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഈ 3 ഫ്രാക്ഷൻസിൽ നമുക്ക് ഇഷ്ടമുള്ള 2 ഫ്രാക്ഷൻസ് എടുക്കാം. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് 2 എപ്പോഴും നമുക്ക് ആ ഓർഡറിൽ അങ്ങ് എടുക്കാം. ആദ്യത്തെ 2 ഫ്രാക്ഷൻസ് എടുക്കാൻ പോവാം. സോ 3/7 3/5 നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോസ് ആണ്. ക്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആളെ ഈ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എപ്പോഴും ഓർത്തോണം, നമ്മൾ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ഫ്രാക്ഷൻ അഡീഷൻ സബ്ട്രാക്ഷനിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് തമ്മിലും ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു 7 × 5 35, രണ്ടിടത്തും ഡിനോമിനേറ്റേഴ്സ് 35 അപ്പൊ തുല്യമായല്ലോ. പിന്നെ നമുക്ക് ഇനി കമ്പയർ ചെയ്യാൻ എളുപ്പമല്ലേ. സോ അതുകൊണ്ട് ഡിനോമിനേറ്റേഴ്സ് പിന്നെ കാണേണ്ട ആവശ്യമില്ല. ഇവിടെ 5 × 3, ഈ 5നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 15 വരും. ഈ 7നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 7 × 21 വരും. 15ഉം 21ഉം 2 നമ്പേഴ്സിൽ ഇതിൽ ഏതാണ് ഏറ്റവും ചെറുത്? ഏറ്റവും ചെറുത് കണ്ടറിയാൻ പറ്റും 15 ആണ്, 15 ആണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 3/7.
സോ ഇപ്പൊ ഇവർ രണ്ടുപേരിൽ ഏറ്റവും ചെറുതാരാണ് 3/7 ആണെന്ന് കിട്ടി. സോ ഇനി നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത് ഇപ്പൊ 3/7 ഉണ്ട്, ഇനി ഒരാൾ കൂടി ഉണ്ട്, ആരാണ് 3/8. സോ 3/7 3/8 കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. വീണ്ടും ഛേദങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ എന്ത് ചെയ്യും, ഈ 8നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ഈ 7നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. 8 × 3 24 ആണ്, ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 8 × 3 24 കിട്ടി, 7 × 3 21 കിട്ടി. 24ഉം 21ലും ആരാണ് ഏറ്റവും ചെറുത്? ഏറ്റവും ചെറുത് 21 അല്ലേ? സോ 21ന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 3/8. സോ ഈ 3 പേരിൽ ഏറ്റവും ചെറുത് ആരാണ്? 3/8 എന്ന് നമുക്ക് കിട്ടി. സോ ആൻസർ കിട്ടി 3/8. സോ ഛേദങ്ങൾ ഡിഫറെന്റ് ആയ കേസിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് അതേ പറഞ്ഞു. ഇനി ആ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ന്യൂമറേറ്റേഴ്സ് അംശങ്ങൾ നോക്കിയാൽ എന്തെങ്കിലും റിലേഷൻ തോന്നുന്നുണ്ടോ? എല്ലായിടത്തെയും ന്യൂമറേറ്റേഴ്സ് സെയിം ആണ് അല്ലെ? ന്യൂമറേറ്റേഴ്സ് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിലെ ന്യൂമറേറ്റേഴ്സ് അംശങ്ങൾ സെയിം ആണ്. സോ ഈ ന്യൂമറേറ്റേഴ്സ് സെയിം ആകുന്ന കേസിൽ നമുക്ക് സ്മോളസ്റ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് ഫ്രാക്ഷൻ കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ന്യൂമറേറ്റർ സെയിം ആയ കേസിൽ നമുക്ക് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഇപ്പൊ ഏതാ കിട്ടിയിരിക്കുന്നത്? 3/8. ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ടാവും എന്തായിരിക്കും എളുപ്പ വഴി എന്നുള്ളത്. എന്തായിരിക്കും എളുപ്പ വഴി? ന്യൂമറേറ്റർ സെയിം ആകുന്ന കേസിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ. സോ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. ഏറ്റവും വലിയ ഡിനോമിനേറ്റർ എവിടെയാണോ ആ ആളായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ആയിരിക്കും ഏറ്റവും ചെറുത്. സോ അതുകൊണ്ടാണ് 3/8 ഏറ്റവും ചെറുത് വന്നത്. അങ്ങനെയെങ്കിൽ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ചോദിച്ചാലോ? സോ ഇവിടുന്ന് തന്നെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ലാർജസ്റ്റ് ഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഉണ്ട് 5ന്റെ കേസ്, അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 3/5. 3/5 ആണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഹരിക്കാൻ നേരത്ത് വലിയ സംഖ്യ കൊണ്ട് ഹരിച്ച എന്താ സംഭവിക്കുക? നമ്മുടെ ആൻസർ ചെറുതായി വരുമല്ലേ ഉള്ളൂ. അതാണ് സ്മോളസ്റ്റ് ഫ്രാക്ഷനിൽ വലിയ ഡിനോമിനേറ്റർ വന്നത്. ചെറിയ സംഖ്യ കൊണ്ടാണ് നമ്മൾ ആ ന്യൂമറേറ്ററിനെ ഹരിക്കുന്നതെങ്കിൽ, എല്ലാം കോമൺ ന്യൂമറേറ്റേഴ്സ് ആണല്ലോ ഹരിക്കുന്നതെങ്കിൽ, ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചത് കിട്ടും, ഇച്ചിരി വലിയ വാല്യൂ കിട്ടും അല്ലേ? അതാണ് ലാർജസ്റ്റ് ഫ്രാക്ഷൻ വന്നപ്പോൾ ചെറിയ ഡിനോമിനേറ്റർ. ഇതാണ് ആശയം. സോ ഈ ആശയം അറിയാമെങ്കിൽ നമുക്ക് ഈ സാധനം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടാവും. സോ ടൈപ്പ് 1 ന്യൂമറേറ്റേഴ്സ് സെയിം ആകുന്ന കേസ്, ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമായിട്ട് വരുന്നതിൽ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ സെയിം ആകുന്ന കേസ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളുക. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയാതെ ഈ ആശയത്തിൽ നിന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും ഈ മോഡലിൽ വന്ന. സോ ടൈപ്പ് 1 ഉണ്ടെങ്കിൽ ടൈപ്പ് 2 ഉണ്ടായിരിക്കും. അടുത്ത ടൈപ്പ് 2 നമ്മൾ കാണാൻ പോകുന്നത്. അവിടെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. സോ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയ കേസിലെ ടൈപ്പ് 2ലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് വീണ്ടും 3 ഫ്രാക്ഷൻസ് തന്നെ എടുക്കാം. 3 ഫ്രാക്ഷൻസ് എടുക്കാൻ കാരണം കമ്പയർ ചെയ്യുകയാണെങ്കിൽ മിനിമം 2 മതി എന്നറിയാം, പക്ഷെ 3 ഉണ്ടെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കമ്പാരിസൺ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. സോ നെക്സ്റ്റ് ഫ്രാക്ഷൻസ്, സെറ്റ് ഓഫ് ഫ്രാക്ഷൻസ് എടുക്കാം. 2/5, 4/7, നെക്സ്റ്റ് 8/11. ഓക്കെ, 3 ഫ്രാക്ഷൻസ് എടുത്തു. 2/5, 4/7, 8/11. ആക്ച്വലി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 4 ഫ്രാക്ഷൻസ് ഉണ്ടാവും, 5 ഫ്രാക്ഷൻസ് ഉണ്ടാവും. എങ്ങനെ ഉണ്ടായാലും നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ്സ് ഒക്കെ സെയിം തന്നെയായിരിക്കും. ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ചോദിച്ചാൽ വലിയ ഫ്രാക്ഷൻ ചോദിച്ചാൽ. സോ ഇവിടെ നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. ഈ 3 ഫ്രാക്ഷൻസിൽ ഏറ്റവും ചെറുത്. ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണ്, ന്യൂമറേറ്റേഴ്സ് സെയിം അല്ല. സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡിനോമിനേറ്റർ സെയിം ആക്കണം, സെയിം ആയി കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ എളുപ്പമെന്ന് പറഞ്ഞു. സോ നമുക്ക് ആദ്യമേ ഫസ്റ്റ് 2 ഫ്രാക്ഷൻസ് എടുക്കാം. 2/5ഉം 4/7ഉം എടുത്തു. എങ്ങനെ ക്രോസ് ചെയ്യാം? ഈ 7നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, 5നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡിനോമിനേറ്ററിന് കാണേണ്ട ആവശ്യമില്ല. സോ 7 2s are 14. 7നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, 7 × 2 14 കിട്ടും. നെക്സ്റ്റ് ഈ കേസിൽ 5 × 4 20 കിട്ടും. നമുക്ക് വേണ്ട ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ആണ്. ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 14 അല്ലേ? 14 20 14 ഏറ്റവും ചെറുത്, അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 2/5. സോ 2/5 ആണ് ഇവർ രണ്ടുപേരിൽ ഏറ്റവും ചെറുതെന്ന് കിട്ടി. സോ ഇനി നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത് 2/5ഉം 8/11ഉം ചേർന്നിട്ടാണ് കമ്പയർ ചെയ്യാനുള്ളത്. ഈ ഫ്രാക്ഷൻ കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. ഇവിടെയും ക്രോസ് തന്നെ ചെയ്തു, കാരണം ഛേദങ്ങൾ ഡിഫറെന്റ് ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയതുകൊണ്ട് ക്രോസ് ചെയ്തു. 11നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, 5നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. സോ 11 2s are 22 കിട്ടും, 5 × 8 40 കിട്ടും. ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഇവരെ കാണേണ്ട ആവശ്യമില്ല. 22ഉം 40ഉം ആരാണ് ഏറ്റവും ചെറുത്? നേരത്തെ ഏറ്റവും ചെറുത് 22 ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 2/5. സോ ഇവിടെ നമ്മുടെ ആൻസർ ഏതാ? 2/5 ആണ് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. 2/5 ആണ് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. സോ ഇത് ടൈപ്പ് 2 ആയിട്ട് കൺസിഡർ ചെയ്യാം.
ഇനി എന്താണ് ടൈപ്പ് 2 എന്ന് മനസ്സിലാക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ടൈപ്സ് തന്നെയാണ്. ഇങ്ങനെ ടൈപ്പായിട്ട് തിരിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിയാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഈ കേസിൽ എത്ര ഉണ്ട് വ്യത്യാസം? ഇവർ തമ്മിലുള്ള വ്യത്യാസം 3 അല്ലേ? ഇവർ തമ്മിലുള്ള വ്യത്യാസം 3 അല്ലേ? ഇവർ തമ്മിലുള്ള വ്യത്യാസം 3 അല്ലേ? സോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം സെയിം ആണ്. ന്യൂമറേറ്റർ അംശങ്ങളും ഛേദങ്ങളും തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ്. അങ്ങനെ സെയിം ആകുന്ന കേസിൽ നമുക്ക് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഇപ്പൊ ഏതാ കിട്ടിയ? ഉള്ളതിൽ ഏറ്റവും ചെറുതല്ലേ എന്ന് വെച്ചാൽ ഉള്ളതിൽ ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. സോ ആശയം എത്രയേ ഉള്ളൂ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഫറൻസ് സെയിം ആണെങ്കിൽ, വ്യത്യാസം സെയിം ആണെങ്കിൽ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏറ്റവും ചെറിയ അംശം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഛേദം ഏതെങ്കിലും നമുക്ക് എടുക്കാം. നമുക്കിപ്പോൾ ഏറ്റവും ചെറിയ അംശം ന്യൂമറേറ്റർ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള കൺസിഡർ ചെയ്യാം. ന്യൂമറേറ്റർ എവിടെയാണോ സ്മോൾ ആ ആളായിരിക്കും, ആ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആയിരിക്കും സ്മോളസ്റ്റ്. അപ്പോൾ ലാർജസ്റ്റോ? അപ്പോൾ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈസി ആയിട്ട് പറയാൻ പറ്റില്ലേ? ഏറ്റവും വലിയ ന്യൂമറേറ്റർ എവിടെയുണ്ട്? 8. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 8/11. സോ ന്യൂമറേറ്റർ ഏറ്റവും ലാർജസ്റ്റ് ആയിരിക്കും. ന്യൂമറേറ്റർ എവിടെയാണോ ലാർജസ്റ്റ് ആ ഫ്രാക്ഷൻ ആയിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ. സോ സെക്കൻഡ് ടൈപ്പ് ആയിരുന്നു ഇത്. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയ കേസിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം ഒരുപോലെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ എവിടെയാണോ ആ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ അതായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. ഏറ്റവും വലിയ ന്യൂമറേറ്റർ എവിടെയാണോ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ആയിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ. ഈസി അല്ലേ? സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. ടൈപ്പ് 3 എന്ന് വിളിക്കാം. സോ ടൈപ്പ് 3 എന്തായിരിക്കാം? ടൈപ്പ് 3 ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം ഒരുപോലെ. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം ഒരുപോലെ അല്ലെങ്കിലോ അങ്ങനത്തെ 2-3 ഫ്രാക്ഷൻസ് നമുക്ക് എടുക്കാം. സോ 3/7, 4/9, 2/11. 3 ഫ്രാക്ഷൻസ് ആയി. 3/7, 4/9, 2/11. സോ ഈ കേസിൽ നമുക്ക് 2/11 പകരം നമുക്ക് വേണമെങ്കിൽ 5/11 കൊടുക്കാം. സോ ഈ 3 ഫ്രാക്ഷൻസിൽ ഏറ്റവും ചെറുതാരെന്ന് കണ്ടെത്താം. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതുവരെ കണ്ട മെത്തേഡ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. മീൻസ് ഷോർട്ട് മെത്തേഡ്സ്. പക്ഷെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, കാരണം ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ പോരെ. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈ 2 എടുക്കുന്നു. സോ 3/7 4/9 എടുത്തു. 3/7 4/9 ക്രോസ് ചെയ്യാൻ പോകും. ക്രോസ് ചെയ്യുമ്പോൾ 9 ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. 9 × 3 7 × 4 ചെയ്യും. ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. സോ 9 × 3 ചെയ്ത് അത്ര കിട്ടും? 27 കിട്ടും. 9 3s 27 ആണ്. 7 4s 28 ആണ്. സോ 27 28 ഇതിനകത്ത് ആരാണ് ഏറ്റവും ചെറുത്? 27 28 ഏറ്റവും ചെറുത് 27 ആണ്. സോ അതിന്റെ അർത്ഥം 3/7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 3/7 ആണ് ഏറ്റവും ചെറുതെന്ന് കിട്ടി. സോ ഈ 2 ഫ്രാക്ഷനിൽ 3/7 ആണ് ചെറുത്. ഇനി നമുക്ക് 3/7 5/11 കൂടി കമ്പയർ ചെയ്യാനുണ്ട്. സോ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യും. കാരണം ഛേദങ്ങൾ വ്യത്യസ്തമല്ലേ? ക്രോസ് ചെയ്യും. 11 ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. 7 ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. 11 3s 33 കിട്ടും. 7 5s 35 കിട്ടും. സോ ഇതിൽ ആരാണ് ഏറ്റവും ചെറുത്? 33 ആണോ 35 ആണോ ചെറുത്? ഏറ്റവും ചെറുത് 33 അല്ലേ? സോ അതിന്റെ അർത്ഥം അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 3/7. സോ 3/7 ആണ് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ 3/7 ആണ് ഇവിടെ വന്നത്. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ബട്ട് ഇങ്ങനത്തെ കേസുകളിലും നമുക്ക് മറ്റൊരു രീതി കൂടി ആൻസറിലേക്ക് എത്താൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്, അതായത് സാധാരണ ഭിന്നം. നമുക്ക് ഇതിനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കാണാൻ സാധിച്ചില്ല. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കാണാൻ സാധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്ന ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ അതിനുവേണ്ടി നമുക്ക് ഈ ഫ്രാക്ഷൻസ് എടുത്തെഴുതാം. 3/7, 4/9, 5/11 ഈ 3 ഫ്രാക്ഷൻസ് എടുത്തെഴുതി. ഇനി ചെയ്യാൻ പോകുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി എന്തെന്ന് വെച്ചാൽ ഒരു 0 ഇവിടെ ഇട്ട് കൊടുക്കും. ഒരു 0 ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുന്നു. ഇനി നിങ്ങളുടെ ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സ്ട്രോങ് ആണെങ്കിൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. 30/7, 7 4s 28. സോ 4 മുകളിൽ എന്താണ്? 4 മുകളിലാണ് വരുന്നത് മനസ്സിലായി. 4 point something. 40/9, 9 4s 36. ഓക്കെ, 4 മുകളിൽ എന്തോ വരുന്നത് മനസ്സിലായി. 50/11, 11 4s 44. ഓക്കെ, 3ഉം 4 മുകളിലാന്ന് മനസ്സിലായി. ഇവിടെ കൊണ്ട് തീർന്നില്ല. നെക്സ്റ്റ് 30/7 ചെയ്യുമ്പോൾ 4 അടുത്ത് തന്നെ കിടക്കുന്നത്. മീൻസ് നമുക്ക് ദശാംശത്തിലേക്ക് ഒന്ന് പോവാം. സോ 30/7 4 പോയിന്റ്. റിമൈൻഡർ എത്ര? ശിഷ്ടം 2 അല്ലേ ഉള്ളത്. ശിഷ്ടം 2 വരുന്ന കേസിൽ 20 വന്നു കഴിഞ്ഞാൽ
നമുക്ക് 4.2 സംതിങ് വരും. ശരിയല്ലേ? 30/7 ചെയ്താൽ 4.2 സംതിങ്. 40/9 ചെയ്യുമ്പോൾ 9 4s are 36. വീണ്ടും റിമൈൻഡർ 4 ഉണ്ട്. സോ പോയിന്റ് ഇട്ടിട്ട് വീണ്ടും 40 വരുമ്പോഴത്തേക്ക് 4.4 വരും. 50/11. 11 4s are 44. റിമൈൻഡർ 6 ഉണ്ട്. സോ 60 വരും. പോയിന്റ് ഇടും 60 വരും. 4.5 വരും. ഒരു ദശാംശ സ്ഥാനം കാണേണ്ടി വന്നേ ഉള്ളൂ. ഇതിനകത്ത് ആരാണ് ഏറ്റവും ചെറുത്? 4.2 അല്ലേ? അതാ പറഞ്ഞ 30/7 4 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന 40/9 4ന്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞ് കുറച്ച് അകലമുണ്ട്. 50/11 4ന്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞ് കുറച്ചധികം അകലമുണ്ട് അല്ലേ? സോ അങ്ങനെ നോക്കി നമുക്ക് അപ്രോക്സിമേഷൻ കൂടെ ദശാംശം മനസ്സിൽ കണ്ടുകൊണ്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ആൻസർ 4.2 കിട്ടും. സോ ഇതാ പറഞ്ഞ നിങ്ങൾക്ക് ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സ്ട്രോങ് ആണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. അപൂർവം കേസിലേ ഉള്ളൂ എല്ലാം ഒരേ റേഞ്ചിൽ വരുന്നത്. ബാക്കി മിക്ക കേസുകളിലും ഇത് പല റേഞ്ചിലേ വരുള്ളൂ. സോ നമുക്ക് ഡെസിമലിലേക്ക് പോകാണ്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. സോ ഇവിടെ ഡെസിമലിലേക്ക് പോയാൽ എങ്ങനെ എത്താം? ഡെസിമലിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും നമുക്ക് സെയിം റേഞ്ച് തന്നെ വന്നില്ലേ, 444. അതുകൊണ്ടാണ് ഡെസിമലിലേക്ക് പോയത്. സോ ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് ആക്ച്വലി നമ്മളിപ്പോൾ കണ്ട എല്ലാ ടൈപ്സിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ അതിൻ്റെതായ ഷോർട്ട് ട്രിക്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് അവിടെ അപ്ലൈ ചെയ്യാതിരുന്നത്. ഈ ഒരു മെത്തേഡിന്റെ ഒരു ബെനിഫിറ്റ് ഫ്രാക്ഷൻസിനെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യാൻ പറയും. ആരോഹണ ക്രമവും അവരോഹണ ക്രമവും. സോ അവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ യൂസ് ചെയ്ത് കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കുന്നുണ്ടാവും. ഈ രീതിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ആണെന്ന് കിട്ടും, ഏറ്റവും വലിയ ഫ്രാക്ഷൻ കിട്ടും. ഇപ്പൊ അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് പറയാം, ഇത് ആദ്യം വരും, ഇത് രണ്ടാമത് വരും, മൂന്നാമത് വരും. ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിലോ ഇത് ആദ്യം വരും, ഇത് രണ്ടാമത് വരും, മൂന്നാമത് വരും. ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ ആ ഒരു ഗുണം നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്നുണ്ടാവും. ടൈം സേവ് ചെയ്യാൻ പറ്റും. കൂടാതെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സ്ട്രോങ് ആക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ശരിക്കും അറിയാമെങ്കിൽ ഡിവിഷൻ സ്ട്രോങ് ആയിക്കോളും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ മെത്തേഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്താൽ ഒത്തിരിയധികം സമയം സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. സോ ഫൈൻഡിങ് സ്മോളസ്റ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പമുള്ള ടോപ്പിക് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാൻ പറ്റാത്ത ആശയങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഈ ആശയങ്ങൾ ഒന്നുകൂടി തറവാകുന്നുണ്ടാവും. പുതിയതായിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആ ആശയങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലൂടെ വീണ്ടും തറവാകുന്നുണ്ടാവും. സോ ഈ ആശയം ശരിക്കും മനസ്സിലായി അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. സോ നമ്മളിപ്പോൾ കണ്ടത് പ്രോപ്പർ ഫ്രാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്മോളസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ആണ്. സോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആക്ച്വലി നമുക്ക് ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. പ്രോപ്പർ ഫ്രാക്ഷന്റെ പോലത്തെ ബുദ്ധിമുട്ട് വരും. കാരണം പ്രോപ്പർ ഫ്രാക്ഷൻസ് നമുക്ക് ആൻസേഴ്സ് എല്ലാം ആക്ച്വലി ഇതൊക്കെ ലെസ് ദാൻ 1 ആ വരുന്നത്. ഇത് ഇംപ്രോപ്പർ ആക്കിയപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 1ലേക്ക് പോയി. സോ ഇംപ്രോപ്പർ ആണെങ്കിൽ നമുക്ക് കണ്ടിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ പ്രോപ്പർ ഫ്രാക്ഷൻസിലാണ് നമുക്ക് സാധാരണ ഭിന്നത്തിലാണ് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെതായ ഷോർട്ട് ട്രിക്സോ ചെയ്യേണ്ടി വരിക. സോ മെത്തേഡ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, ടൈപ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ നിങ്ങൾക്ക് തറവാകുന്നുണ്ടാവും. സ്മോളസ്റ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് ഫ്രാക്ഷന്റെ ടെക്നിക്സ് നമ്മൾ കണ്ടു. പ്രോപ്പർ ഫ്രാക്ഷൻസ് വരുന്ന കേസിൽ, സാധാരണ ഭിന്നത്തിന്റെ കേസിൽ. സോ അതേ ബന്ധപ്പെട്ട് നമുക്ക് 2-3 ചോദ്യങ്ങൾ നോക്കാം. ആ ആശയങ്ങൾ ഒന്നുകൂടി നമുക്ക് ഊട്ടി ഉറപ്പിക്കാനായിട്ട് 2-3 ചോദ്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് 6/11, 9/14, 2/7, 4/9. 4 ഫ്രാക്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏറ്റവും ചെറുതും അതുപോലെ ഏറ്റവും വലുതും കണ്ടെത്താം. ഈ ഫ്രാക്ഷൻസിൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും. സോ ഇവിടെ നോക്കിയാൽ ഛേദങ്ങൾ ആദ്യം നോക്കുന്നത് ഛേദങ്ങളെല്ലാം ഡിഫറെന്റ് ആണ്. സോ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? അംശങ്ങൾ ഒരുപോലെയാണോ, അംശങ്ങൾ ഒരുപോലെയല്ല. ഇനി വ്യത്യാസം നോക്കും. ഛേദവും അംശം നമ്മുടെ വ്യത്യാസം. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. സോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഫറൻസ് സെയിം ആയ കേസാണിത്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഫറൻസ് സെയിം ആണ്. സോ ആ കേസിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ആരായിരിക്കും? ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ എവിടെയുണ്ടോ ആളായിരിക്കും ഏറ്റവും ചെറുത്. സോ സ്മോളസ്റ്റ് വരാൻ പോകുന്നത് 2/7 ആണ്. ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ 2 ആണ്. 2/7. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഫ്രാക്ഷൻ വരാൻ പോകുന്നത് ഏറ്റവും വലിയ അംശമുള്ളത്. ഏറ്റവും വലിയ അംശസംഖ്യ എവിടെ കിടക്കുന്നത്? 9ലാണ്. സോ 9/40. സോ ലാർജസ്റ്റ് 9/40. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പോയില്ല. പകരം നമ്മൾ മനസ്സിലാക്കിയ ആ ഷോർട്ട് മെത്തേഡ് എളുപ്പ വഴി നമ്മളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ചെയ്ത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെ ചെയ്ത് നോക്കിക്കോളുക. അല്ലെങ്കിൽ നമുക്ക് ഇനി മറ്റു ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കാണാം. ബട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ച ആശയങ്ങളിൽ ഏറ്റവും എളുപ്പ വഴി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് മാത്രം നോക്കാൻ പോവാം. സോ ഫസ്റ്റിന്റെ ആൻസർ കിട്ടി. ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഫറൻസ് സെയിം ആയിരുന്നു.
നെക്സ്റ്റിലേക്ക് പോവാം. രണ്ട് ഫ്രാക്ഷൻസ് ഇവിടെ ഉള്ളൂ. 231/238, 511/518. വലിയ സംഖ്യകളാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കിയാൽ ഛേദങ്ങൾ ഡിഫറെന്റ് ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ടാവും. സോ ഇവിടെ ഏതെങ്കിലും ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്രാക്ഷൻ ആയിരിക്കും തന്നിരിക്കുന്ന ഉറപ്പിച്ചോളുക. ഇത്രയും വലിയ സംഖ്യകൾ അഥവാ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളുക നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഏതെങ്കിലും എളുപ്പമായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് നേരെ നോക്കേണ്ട ഡിഫറൻസ് ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 7 ഉണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 7 ഉണ്ട്. മീൻസ് സെയിം പോലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഫറൻസ് സെയിം ആണ്. സോ ഒരു സ്മോളസ്റ്റ് കിട്ടിയ ലാർജസ്റ്റ് ആണെന്ന് കിട്ടുന്നുണ്ടാവും. സ്മോളസ്റ്റ് ആയിരിക്കും. അത് സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അംശമുള്ളത് 231 ആണ് ഏറ്റവും ചെറിയ അംശം. സോ 231/238 ആണ് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. ഈസി ആയിട്ട് കിട്ടില്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോയിരുന്നെങ്കിൽ എത്ര സമയം എടുത്തേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് പോവാം. 7/12, 5/14, 3/7 3 ഫ്രാക്ഷൻ ഉണ്ട്. ഇത് ഏറ്റവും ചെറുതായി നമുക്ക് കണ്ടെത്താം. സോ അതിനെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഡിഫറെന്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള വ്യത്യാസം, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം ഒരുപോലെയാണോ നോക്കാം. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. വ്യത്യാസം സെയിം അല്ല. സോ നമുക്ക് അറിയാവുന്ന ഒരു മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷെ നമ്മൾ ആ മെത്തേഡിലേക്ക് പോകുന്നില്ല. പകരം ഇതിനെ നമ്മൾ വിഷമ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കാണാൻ പോകുന്നത്. എന്ത് ചെയ്യും? നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ 70/12 എന്ന് കാണും, ഒരു 0 ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അടുത്ത 50/14 എന്ന് കാണും. നെക്സ്റ്റ് 30/7 എന്ന് പറഞ്ഞ് കാണും. ഒരു 0 നമ്മൾ ഇട്ട് കൊടുത്തു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവിഷൻ സ്ട്രോങ് ആക്കണം. 12 6 72 ആണ്. സോ 6ൽ താഴെയാണ്. ഇത് 5 പോയിന്റ് സംതിങ് വരുന്നുണ്ടാവും. നെക്സ്റ്റ് 14 4 56 ആണ്. സോ 14 into 3 42 വരും. 3 പോയിന്റ് സംതിങ് വരും. നെക്സ്റ്റ് 7 4 28 ആണ്. സോ 4 പോയിന്റ് സംതിങ് വരുന്നുണ്ടാവും. സോ ഇതിനകത്ത് ഏറ്റവും ചെറുതാരാണ്? കാണുമ്പോൾ പറയാൻ പറ്റില്ലേ? 3 പോയിന്റ് സംതിങ് വരും. മീൻസ് 5/14. 5/14 ആണ് ഏറ്റവും സ്മോളസ്റ്റ് വരാൻ പോകുന്നത് 5/14 ആണ്. സോ ലാർജസ്റ്റ് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതിനകത്ത് അതാണ് 7/12 ആണ് ലാർജസ്റ്റ്. ഈസി അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോയാൽ ഇതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. 23/32, 15/23, 7/13. ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. കൂടാതെ കുറച്ച് വലിയ നമ്പേഴ്സ് ആണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യാസം. 23 32 തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട്? 9 ഉണ്ട്. 15 23 തമ്മിലുള്ള വ്യത്യാസം 8 ഉണ്ട്. 7 13 തമ്മിലുള്ള വ്യത്യാസം 6 ഉണ്ട്. സോ ഡിഫറൻസ് സെയിം അല്ല. സെയിം അല്ലാത്ത സ്ഥിതിക്ക് നമുക്കിനി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോലും നമുക്ക് വലിയ നമ്പേഴ്സിലേക്ക് വരുന്നുണ്ടാവും. സോ അതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതാണ്? ഇതേപോലെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്ന ഒരു 0 ഇട്ട് കൊടുത്ത് വെക്കാൻ പോവാണ്. സോ നമുക്ക് 230/32 എന്ന് പറഞ്ഞ് കാണാം /32. അടുത്ത 150 എന്ന് പറഞ്ഞ് കാണും /23. നെക്സ്റ്റ് 70/13 എന്ന് പറഞ്ഞ് കാണും 70/13. സോ ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡിവിഷൻ സ്ട്രോങ് ആക്കണം. സോ 230/32 പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടാവില്ലേ? 32 3 ഇവിടെ കിടക്കുന്നത്. സോ ഇവിടെ 23 എടുത്ത് പറഞ്ഞെങ്കിൽ 30 × 7 210 എന്നറിയാലോ. സോ 30 × 8 240 എന്നറിയാം. സോ 8ൽ താഴെ ആയിരിക്കും. സോ 32 × 7 ചെയ്താൽ 7 2 14 224 വരുന്നുണ്ടാവും. സോ അതിന്റെ അർത്ഥം ഇവിടെ 230 അല്ല. സോ ഇത് 7 പോയിന്റ് സംതിങ് ആണ്. 150/23 23 × 6 ചെയ്താൽ 138 കിട്ടുന്നുണ്ടാവും. സോ അങ്ങനത്തെ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. സോ ഇത് 6 പോയിന്റ് സംതിങ് വരും. 6 പോയിന്റ് സംതിങ്. നെക്സ്റ്റ് 70/13 13 × 5 65 13 6 78. സോ 5 പോയിന്റ് സംതിങ്. ഇനിയിപ്പോ ഈസി ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ആരാണ് ഏറ്റവും ചെറുത്? ഏറ്റവും ചെറുത് 5 പോയിന്റ് വരുന്നതാണ്. മീൻസ് 7/13. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ 7 പോയിന്റ് സംതിങ് മീൻസ് 23/32. സോ ഈസി ആയിട്ട് നമുക്ക് ഇവിടെയും ആൻസറിലേക്ക് എത്താൻ പറ്റി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോയാൽ ഒത്തിരി കാൽക്കുലേഷൻസ് വന്നതിനെ. സോ നമ്മൾ യൂസ് ചെയ്ത് എന്താണ്? നമ്മൾ മറ്റ് ആശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലാത്ത കേസ്, ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റേഴ്സ് സെയിം അല്ല, കൂടാതെ ഇവർ തമ്മിലുള്ള വ്യത്യാസം സെയിം അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യും? നമ്മൾ മുകളിലേക്ക് ഒരു 0 ഇട്ട് കൊടുത്ത് നോക്കും. എന്നിട്ട് നമ്മൾ മനസ്സിൽ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ജസ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയ എളുപ്പ വഴികൾ ഒന്ന് മനസ്സിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തത്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ആശയങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഡിവിഷൻ സ്ട്രോങ് ആക്കണം. അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ സ്ട്രോങ് ആവുള്ളൂ. നിങ്ങൾ തന്നെ വിചാരിക്കണം. ഓരോരുത്തരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും അതുപോലെ ഡിവൈഡ് ചെയ്യാനും മനസ്സിൽ തന്നെ ചെയ്യാനും. നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതല്ല ഉദ്ദേശിച്ചത്. 230/32 നമുക്ക് ഇങ്ങനെ ഗുണിച്ച് നോക്കി ചെയ്യാം, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്.
32 × 1, 32 × 2, 32 × 3 അങ്ങനെയല്ല. അതല്ലാണ്ട് 32 × 7 ചെയ്താൽ ഇതിനടുത്തുള്ള വാല്യൂ വരും എന്ന് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്ക് ട്രെയിൻ ചെയ്യണം, സ്വയമായിട്ടൊന്ന് മോൾഡ് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. സോ അങ്ങനെ ചെയ്താൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഈസിയാം. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഈസി ആയി കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.